ഹലോ വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കൾക്കെല്ലാ ആളുകൾക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. സാറിനും സുഖമാണ്. സാർ എന്ന് വന്നിട്ടത് എന്താണെന്നറിയോ? 9ാം ക്ലാസ്സിലെ ഫൈനൽ എക്സാമിനകത്ത് നമ്മൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ടതാണ് എസ്എ ക്വസ്റ്റ്യനുകൾ. പ്രധാനമായും 6 മാർക്കിനാണ് എസ്എ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. നമുക്കറിയാം 2 എസ്എ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്തായാലും എഴുതണം. മൊത്തം 12 മാർക്കിന് നമുക്ക് എസ്എ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ എക്സയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമായിട്ടാണ് സാർ വന്നിട്ടുള്ളത്. നിങ്ങൾ റെഡിയല്ലേ? അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് പോകാം മക്കളെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മക്കൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. വാട്ട് ആർ ദ മേജർ എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്? എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് വി ഷുഡ് ടേക്ക് ഇൻ കേസ് ഓഫ് എനി 2 നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ചോദ്യം ഇതാണ്. പ്രധാനപ്പെട്ട പ്രകൃതി ദുരന്തങ്ങൾ ഏതെല്ലാം എന്ന ചോദ്യമുണ്ട്. അതേപോലെ തന്നെ ഏതെങ്കിലും 2 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും 2 പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട നടപടികളെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ മെഷേഴ്സ് ആണ് എടുക്കേണ്ടത്? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. മക്കളെ എവിടെ നിങ്ങൾ നോക്കിയോളൂ. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് കാണാം സൈക്ലോൺസ് അല്ലെങ്കിൽ ചുഴലിക്കാറ്റ്, അതുപോലെ എർത്ത് കേക്ക് അല്ലെങ്കിൽ ഭൂകമ്പം, അതുപോലെ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ, ഹെയിൽ സ്റ്റോം അല്ലെങ്കിൽ ഈ പറയുന്ന ആലിപ്പഴം, അതുപോലെ ഡ്രോട്ട് അല്ലെങ്കിൽ വരൾച്ച, അതുപോലെ ലൈറ്റനിങ് ഇടിമിന്നൽ, സുനാമി, അതുപോലെ ഫ്ലഡ് അല്ലെങ്കിൽ എന്താണ് വെള്ളപ്പൊക്കം, അതുപോലെ എന്താണ് അവാഞ്ചെ ഈ പറയുന്ന ഹിമാഘാതം, അതുപോലെ തന്നെ ഫോസ്റ്റ് ബൈറ്റ് ഈ പറയുന്ന ഹിമാഘാതം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും 2 എണ്ണത്തിനെ കുറിച്ച് നമ്മൾ എഴുതണം. ഏതെങ്കിലും 2 പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ നടപടികളാണ്, എന്തൊക്കെ മെഷേഴ്സ് ആണ് നമ്മൾ എടുക്കുക എന്നുള്ളത് നമ്മൾ എഴുതണം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് മക്കൾ നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? ഫ്ലഡ് ആണ്. ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. പീപ്പിൾ റിസൈഡിങ് അലോങ് റിവർ ബാങ്ക് ഷുഡ് മൂവ് ടു ഹയർ ഗ്രൗണ്ട് ആസ് ഫാസ്റ്റ് ആസ് ദേ ക്യാൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, പ്രധാനമായിട്ടും പുഴയോരത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ വെള്ളം ഉയർന്നു തുടങ്ങിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറണം. അതാണ് ഇത് ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ നോക്കിക്കോളൂ. ഡു നോട്ട് സ്റ്റെപ്പ് ഇൻ ടു റിവേഴ്സ് ഇൻ ടോറന്റ്. പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം, ശക്തമായ ഒഴുക്കുള്ളപ്പോൾ പുഴയിൽ ഒരു കാരണവശാലും ഇറങ്ങാൻ പാടില്ല. അതാണ് ഇത് സെക്കൻഡ് വൺ. ഓക്കെ, ഇനി തേർഡ് വൺ നിങ്ങൾ നോക്ക്. ഡിസ്കണക്ട് ഇലക്ട്രിസിറ്റി ഇഫ് വാട്ടർ എൻറ്റേഴ്സ് യുവർ ഹോം. പ്രധാനമായിട്ട് അറിയാം, വീട്ടിനുള്ളിലേക്ക് വെള്ളം കയറുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി വൈദ്യുതി ബന്ധം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യണം, നിങ്ങൾ ഇതുപോലെ ഡിസ്കണക്ട് ചെയ്യണം അല്ലെങ്കിൽ വിച്ഛേദിക്കണം. അതാണ് ഇത് മൂന്നാമത്തത്. അപ്പോൾ ഈ 3 പോയിന്റുകൾ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ മക്കളെ നിങ്ങൾ നോക്കിയുള്ളൂ. ലാൻഡ് സ്ലൈഡ് ആണ്. ലാൻഡ് സ്ലൈഡ് ഇടുമ്പോൾ എന്തൊക്കെയാണ് അടുത്ത് നോക്കാം. സോ നിങ്ങൾ നോക്ക്. സെറ്റിൽ ഡൗൺ ഇൻ ഏരിയാസ് അവേ ഫ്രം സ്റ്റീപ്പർ സ്ലോപ്പ്. പ്രധാനമായിട്ട് അറിയാം, കുത്തനെ ചരിവുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കുക. അതാണ് ഒന്ന്. രണ്ടാമത് നിങ്ങൾ നോക്ക്. ബി മോർ കോഷ്യസ് ഡ്യൂറിംഗ് ദ റെയിൻ സീസൺ. പ്രധാനമായിട്ടും ചരിഞ്ഞ പ്രദേശത്ത് താമസിക്കുന്നവർ മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധാലുക്കളാവുക. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ എഴുതേണ്ടത്. ഇതൊരു എസ്സേ ചോദ്യമാണ്. ഇത് മാത്രമല്ല, ഇതിനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ ഇത് കുറച്ചും കൂടി എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ അടുത്തതാണ്. പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. Oceans are useful in man in many ways. Explain. സമുദ്രങ്ങൾ പലതരത്തിൽ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്നു, വിശദീകരിക്കുക. അതായത് സമുദ്രം എങ്ങനെയാണ് മനുഷ്യന് ഉപകാരപ്പെടുന്നത് എന്നാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്. മക്കളെ, അത് അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? നിങ്ങൾ നോക്കിയോ, ഒരു എസ്സേക്ക് നമ്മൾ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ആദ്യം ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ നോക്കിയാൽ മതി. ഒന്നാമത് നിങ്ങൾക്ക് കാണാം, ഇതുപോലെ തന്നെ ഇൻഫ്ലുവൻസിങ്. മക്കൾ ശ്രദ്ധിക്കണം, ഇൻഫ്ലുവൻസിങ് അവർ ക്ലൈമറ്റ്. അല്ലേ, നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് സമുദ്രങ്ങൾ. അതൊന്ന്. സെക്കൻഡ് വൺ നിങ്ങൾ നോക്ക്, പ്രൊവൈഡിങ് മിനറൽ ഡെപ്പോസിറ്റ്സ് ആണ്. നമുക്ക് വേണ്ട ധാതു നിക്ഷേപങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് പ്രൊവൈഡിങ് സോഴ്സ് ഓഫ് ഫുഡ് ആണ്. പ്രധാനപ്പെട്ട ഭക്ഷ്യ വിഭവങ്ങളുടെ സ്രോതസ്സാണ് ഇത് ഈ പറയുന്ന ഓഷ്യൻസ് അല്ലെങ്കിൽ സമുദ്രങ്ങൾ. അത് ഓർത്ത് വെച്ചോളണം. നെക്സ്റ്റ് വൺ ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദ സീ ആണ്. കടൽ ജലത്തിൽ നിന്നും ഇതുപോലെ തന്നെ കുടിവെള്ളം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് നിങ്ങൾ നോക്കുകയുള്ളൂ, ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഒരുപാട് തൊഴിൽ സാധ്യതകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് തരുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ നോക്ക്, ടൂറിസം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സാധ്യത തരുന്നുണ്ട്. അതേപോലെ ലാസ്റ്റ് പോയിന്റ് ആണ് ഇത് ഓഷ്യൻസ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ സമുദ്ര ഗതാഗതം. അപ്പോൾ ഇത്രയും പോയിന്റ് നിർബന്ധമായി നമ്മൾ എന്ത് ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം. ഈ പോയിന്റുകളെ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് വികസിപ്പിച്ചെഴുതണം. അതാണ് എസ്സേക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വികസിതമായിട്ടുള്ള രൂപം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ മക്കൾ അത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നമുക്കിതെല്ലാം പറയാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇനി മക്കളെ നിങ്ങൾ കാണേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് മിഡീവൽ ലിറ്ററേച്ചർ ഇൻ ദ ഗ്രോത്ത് ഓഫ് മലയാളം ലാംഗ്വേജ്. മലയാള ഭാഷയുടെ വളർച്ചയിൽ മധ്യകാല സാഹിത്യകൃതികൾ വഹിച്ച പങ്കിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്
എന്തൊക്കെയാണ് അതിൽ വരേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ്, അതാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ മക്കൾ നിങ്ങൾ നോക്കിയോളൂ, പ്രധാനമായിട്ട് നിങ്ങൾക്ക് കാണാം ആൻഷ്യന്റ് തമിഴകമാണ് അല്ലേ. ആൻഷ്യന്റ് തമിഴകം നിങ്ങൾക്കറിയാം, ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാചീനമായി നോക്കുമ്പോൾ സമയത്ത് ആൻഷ്യന്റ് തമിഴകത്തിൽ നമ്മൾ ആ സമയത്ത് തമിഴും സംസ്കൃതവും കൂടി കലർന്നിട്ടുള്ള ഒരു ഭാഷയായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കറിയുന്നതാണ് അല്ലേ. അതേപോലെ നെക്സ്റ്റ് നിങ്ങൾ നോക്കിയോളൂ, ഈ 9th സെഞ്ചുറി ആയപ്പോഴേക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, വട്ടെഴുത്തു സ്ക്രിപ്റ്റ് ആണ്, അതായത് വട്ടെഴുത്ത് ലിപിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി 12th സെഞ്ചുറി ആയപ്പോൾ 12ാം നൂറ്റാണ്ടായപ്പോൾ രാമചരിത മാനസം എന്ന് പറയുന്ന ഒരു വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞ് 14th സെഞ്ചുറി ആയപ്പോൾ മണിപ്രവാളം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ശാഖ വരുന്നുണ്ട്. മണിപ്രവാളത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഈ ഉണ്ണിനീലി സന്ദേശം, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 15th സെഞ്ചുറി ആയപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നിരണം പോയിന്റ്സ്, നിരണം കവികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകുന്നുണ്ട് ഇത് 15ാം നൂറ്റാണ്ടിൽ. അത് കഴിഞ്ഞ് 15th സെഞ്ചുറി തന്നെ ചെറുശ്ശേരി തൻ്റെ കൃഷ്ണഗാഥ എന്ത് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്, മലയാള ഭാഷയുടെ ഒരു മൂവ്മെന്റ് ആയിരുന്നു. പിന്നീട് 17th സെഞ്ചുറിയിൽ ഈ പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാനയും അതുപോലെ തന്നെ പ്രധാനമായിട്ടും എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ആ 17th സെഞ്ചുറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാവുന്നുണ്ട്. അത് കഴിഞ്ഞ് 18th സെഞ്ചുറി ആയപ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ സോങ്ങുകൾ, തുള്ളൽ പാട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, 18th സെഞ്ചുറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് നമുക്കറിയാം വടക്കൻ പാട്ടുകളും തെക്കൻ പാട്ടുകളും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. കൂടാതെ ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളും കൂടി വരുന്നുണ്ട്. അതാണ് സംക്ഷേപ വേദാർത്ഥവും പുത്തൻപാനയൊക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പോൾ മക്കളെ ഞാൻ പറയട്ടെ, മലയാള ഭാഷയുടെ ഉത്ഭവത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉൾപ്പെടുത്തി നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ എഴുതുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഇത്രയും പോയിന്റുകൾ ആ എസ്സേക്കകത്ത് വേണം കേട്ടോ. നമുക്കൊരു എസ്സേ ഇതേപോലെ എഴുതുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ലല്ലോ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാവുന്നത് പോസിബിൾ അല്ല. ഈ ഇത്തരത്തിലുള്ള പോയിന്റുകൾ നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി. അതാണ് എസ്സേ എന്ന് പറഞ്ഞാൽ. അതായത് ഒരിക്കലും ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് അതേപോലെ, ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ലൈനും അതേപോലെ ഉത്തര പേപ്പറിലേക്ക് വരണമെന്ന് നിർബന്ധമല്ല. ഈ പോയിന്റുകൾ, അതായത് എസ്സേക്ക് വേണ്ട ഈ പോയിന്റുകൾ നിർബന്ധമായി നിങ്ങൾ എസ്സേക്ക് ചേർക്കണം. ഈ പോയിന്റുകൾ പഠിച്ചിട്ട് നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അവിടെയാണ് നിങ്ങളുടെ സ്കിൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകൾ മക്കൾ എന്ത് ചെയ്തോളാം, ഓർത്ത് വെച്ചോളാം. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ദർ ആർ ആർഗ്യുമെന്റ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് ഗ്ലോബലൈസേഷൻ, എക്സ്പ്ലെയിൻ. ആഗോളവൽക്കരണത്തിന് അനുകൂലവും പ്രതികൂലവുമായ വാദഗതികൾ ഉണ്ട്, വിശദീകരിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കണം, ആഗോളവൽക്കരണത്തിന് അനുകൂലവും പ്രതികൂലവുമായ പ്രധാനപ്പെട്ട വാദഗതികൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കുന്നത് ഈ പറഞ്ഞ ആഗോളവൽക്കരണത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ മക്കളെ, ഒന്നാമത്തേത് നോക്കാം. ഫസ്റ്റ് അനുകൂലമായ വാദങ്ങളാണ്. നോക്ക്, അവൈലബിലിറ്റി ഓഫ് വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഇൻ ദ മാർക്കറ്റ് ആണ്. പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാകുന്നു, അതൊന്ന്. സെക്കൻഡ് വൺ നിങ്ങൾ നോക്ക്, എബിലിറ്റി ടു യൂസ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജി, മികച്ച സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ കഴിയുന്നു, അതാണ് ഇത് 2. മൂന്നാമത് നോക്ക്, ഫാൾ ഇൻ പ്രൈസ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ, മത്സരം വർദ്ധിപ്പിക്കുമ്പോൾ വില കുറയാൻ കാരണമാകുന്നു, അതാണ് ഇത് 3. നാലാമത് നിങ്ങൾ നോക്ക്, ഇൻക്രീസ് ഇൻ എക്സ്പോർട്ട് ആണ്, കയറ്റുമതി വർദ്ധിക്കുന്നു, അതാണ് ഇത് 4. ഇനി അഞ്ചാമത് നിങ്ങൾ നോക്ക്, എൻട്രി ഓഫ് കമ്പനീസ് ഇൻടു ഫോറിൻ ട്രേഡ് ആണ്. പ്രധാനമായിട്ട് അറിയാം കമ്പനികൾക്ക് വിദേശ വിപണിയിൽ പ്രവേശിക്കാൻ കഴിയുന്നു, അതാണ് ഇത് നെക്സ്റ്റ്. ഇനി 6 നിങ്ങൾ നോക്ക്, മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഡ്യൂ ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ എന്റർപ്രൈസസ്, പുതിയ കൂടുതൽ സംരംഭങ്ങൾ വരുന്ന സമയത്ത് തൊഴിലവസരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സൃഷ്ടിക്കുന്നുണ്ട്. ലാസ്റ്റ്, ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം, ഈ പറഞ്ഞ ദേശീയ വരുമാനം എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കണം അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ആർഗ്യുമെന്റുകളാണ്. ഈ പറഞ്ഞ അഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് പ്രതികൂലമായിട്ടുള്ള വാദങ്ങളാണ്. മക്കളെ നിങ്ങൾ നോക്കിയോളൂ, ഇൻക്രീസ് ഇൻ എക്കണോമിക് ഡിസ്പാരിറ്റിയാണ്, സാമ്പത്തിക അസമത്വം വർദ്ധിക്കുന്നു. എക്സസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആണ്, പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണം നടക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇമ്പോർട്ട് ലീഡ്സ് ടു ഫാൾ ഇൻ പ്രൈസ് ഓഫ് ഡൊമസ്റ്റിക് പ്രൊഡക്ട്സ് ആണ്. പ്രധാനമായിട്ട് അറിയാം ഇറക്കുമതി പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയ്ക്ക് കാരണമാകുന്നു. പിന്നെ നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്കി, ഗവൺമെന്റ് ലോസസ് കൺട്രോൾ ഓവർ എക്കണോമിക് സിസ്റ്റം ആണ്, സമ്പദ്ഘടനയെ നിയന്ത്രിക്കാനുള്ള സർക്കാരിന്റെ കഴിവ് കുറയുന്നു. പിന്നെ ജോബ് സെക്യൂരിറ്റി ഡിക്ലൈൻ, തൊഴിൽ സുരക്ഷിതത്വം കുറയുന്നു. അതേപോലെ എന്താണ്, ഫ്യൂച്ചർ ഇൻകം ലോസ് ദ ഗവൺമെന്റ് ഡ്യൂ ടു പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് സെക്ടർ ഫേംസ്. പ്രധാനമായിട്ട് അറിയാം ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നത് ഭാവിയിൽ സർക്കാർ വരുമാനം കുറയാൻ ഇടയാക്കുന്നു. ഇത്രയും പോയിന്റുകളാണ് നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ മക്കളെ, ഇത്രയും പ്രധാനപ്പെട്ടിട്ടുള്ള എസ്സേകൾ പഠിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോകാൻ പാടുള്ളൂ. കാരണം ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേകളാണ്. അപ്പോൾ മക്കള്, ഈ വീഡിയോ ഇഷ്ടമായി എന്ന് സാറിന് വിശ്വസിക്കുന്നു. അപ്പോൾ നിർബന്ധമായി നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. അതുകൂടാതെ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം. അപ്പോൾ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്, ബൈ.